students, welcome back to another video of XandY learning. So, ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് നോക്കിക്കേ, how to create a timetable that actually works. Yes, നമ്മളെല്ലാവരും ടൈം ടേബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഞാൻ പറയുന്ന ടൈം ടേബിൾസ് ആണ് നമ്മുടെ ഡെയിലി റുട്ടീൻ അല്ലെ. രാവിലെ എണീക്കുന്നു, പഠിക്കുന്നു, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പ്ലേ ടൈം, അങ്ങനെയുള്ള ആ ഒരു ടൈം ടേബിൾ അല്ലെ. ഡെയിലി നമ്മളിങ്ങനെ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിൾ. ഓക്കെ, നമ്മളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റഡി ഏരിയയുടെയോ നമ്മുടെ കബേർഡ്സിലൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ടൈം ടേബിൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു വെച്ചത് എന്തായാലും ഉണ്ടാവും. എല്ലാവരുടെ വീട്ടിലുണ്ടാവും, അത് ഉറപ്പാണ്. എൻ്റെ വീട്ടിൽ പോലും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഫസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മൾ ആ ഒരു ഫസ്റ്റ് അത് 6th സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ 7th സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോൾ യെസ്, ഇന്ന് മുതൽ ഞാൻ നല്ല കുട്ടിയാണ്, ഈ ഒരു അക്കാഡമിക് ഇയർ ഫുൾ ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, ഒരു ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഒരു 2-3 ദിവസം വരെയൊക്കെ നമുക്ക് മിക്ക സമയത്തും ഇത് കൊണ്ടുപോകാൻ പറ്റാറുള്ളൂ അല്ലേ. നമ്മൾ ഫസ്റ്റത്തെ ദിവസം 2 ദിവസമൊക്കെ നമ്മൾ രാവിലെ തന്നെ എണീക്കുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നു, ഹോംവർക്ക്സ് ചെയ്യുന്നു, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ അതൊരു 3-4 ദിവസം കൊണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം വിടും അല്ലെ. ഒരു ദിവസം നമ്മളിത് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയ്യോ ഇന്ന് മിസ് ചെയ്തെന്നാൽ പിന്നെ നാളെ മിസ്സാവും. അതുപോലെ പിറ്റേ ദിവസം പിന്നെ അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയത് ആരാന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ എഫക്റ്റീവ് ആയിട്ട് ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാൻ, നമ്മൾ വെറും ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എഫക്റ്റീവ് ആയിട്ട് അല്ലെ, നമുക്ക് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, വൈ മോസ്റ്റ് ടൈം ടേബിൾ ഫെയിൽസ്? എന്തുകൊണ്ടാണ് മോസ്റ്റ് ടൈം ടേബിൾസ് ഫെയിൽ ആവുന്നത്? ഞാനും ഒരുപാട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫെയിൽ ആയിട്ടുള്ള അല്ലെ. കുറേ ടൈം ടേബിൾസ് ഞാൻ ഇതുവരെ പഠിച്ചത്, എൻ്റെ ഡിഗ്രി PG ഇതുവരെ പഠിച്ചതിന് മൊത്തം കുറേ ടൈം ടേബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രി PG കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലും എഫക്റ്റീവ് ആയിട്ട് ടൈം ടേബിൾ, അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ടൈം ടേബിളിലേക്ക് എത്തി തുടങ്ങിയത്. അതിന് നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ടത് എന്നാണ് ആദ്യം മനസ്സിലാക്കുക. എന്ത് നമ്മൾ ഒഴിവാക്കണം? വൈ കോപ്പി അതേഴ്സ് റുട്ടീൻ? നമ്മൾ വേറെ ആൾക്കാർ റുട്ടീൻ ഫോളോ ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ യൂട്യൂബും ഗൂഗിളൊക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, ഗൂഗിളിൽ ഏതെങ്കിലും നല്ലൊരു വീഡിയോ നോക്കിയിട്ട് അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. അതായത് അവർ രാവിലെ 5:30ക്ക് എണീക്കുന്നുണ്ടോ, സോ എൻ്റെ 5:30ക്ക് സയൻസ് ഞാൻ പഠിക്കുന്നു, അങ്ങനെയൊക്കെ എഴുതുന്നു. അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതേഴ്സ് റുട്ടീൻ, വേറെ ആൾക്കാരുടെ റുട്ടീൻ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ കോപ്പി ചെയ്യാതിരിക്കുക. അതായത് നിങ്ങളുടെ ഇപ്പം ചില ആൾക്കാർക്ക് മാത്സ് ആയിരിക്കും ടഫ്, സോ നിങ്ങൾ മാത്സിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുന്ന രീതിക്ക് ചെയ്യും. ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്ട്സ് ടഫ് ആണെങ്കിൽ നിങ്ങൾ അതിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പഠിക്കുന്നതിനെ പറ്റി മാത്രമല്ല, മൊത്തത്തിലാണ് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലുള്ള കൾച്ചർ വേറെ ആയിരിക്കും, സ്കൂളിലുള്ള കൾച്ചർ വേറെ ആയിരിക്കും. ചില ആൾക്കാർക്ക് 9 പോയാൽ മതിയായിരിക്കും സ്കൂളിൽ, പക്ഷെ ചില ആൾക്കാർക്ക് 10 o'clock സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ അവരുടെ റുട്ടീൻ മാറി. സോ നിങ്ങൾ വേറെ ആൾക്കാരുടെ റുട്ടീൻ ഫോളോ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പഠന കാര്യങ്ങൾ ഒഴിച്ച് നിങ്ങളുടെ ഹോബീസ് ഉണ്ട്, എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്തുണ്ടാക്കാൻ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കോപ്പി അതേഴ്സ് റുട്ടീൻ, വേറെ ആൾക്കാരുടെ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ റുട്ടീൻ നിങ്ങൾക്ക് അതിന് ഇൻസ്പയർ ആയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സയന്റിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവരുടെയൊക്കെ റുട്ടീൻസ് നിങ്ങൾക്ക് ഇൻസ്പയർ ആവാം. അതിലെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇത് നിങ്ങളുടേതായിട്ടൊരു റുട്ടീൻ, നിങ്ങളുടേതായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, പ്ലാൻ എവറി മിനിറ്റ്, എല്ലാ മിനിറ്റും. അതായത് 5:30 തൊട്ട് 5:30 വേക്കപ്പ്, 5:45 ബാത്റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. 5:45 തൊട്ട് 6:45 നെക്സ്റ്റ് സെഷൻ, പിന്നെ 5 മിനിറ്റ്സ് എന്തിന് ചായ കുടിക്കാൻ 5 മിനിറ്റ്സ്. അങ്ങനെ ഓരോ മിനിറ്റും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഓരോ ബ്ലോക്സ് ആക്കുക. അതായത് മോർണിംഗ് അവർ, നിങ്ങൾ മോർണിംഗ് അവർ തിരിക്കുക. നിങ്ങളിപ്പോൾ 5 o'clock അല്ലെങ്കിൽ 6 o'clock എണീക്കുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ എണീക്കുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുക, അവിടെ തൊട്ട് ഒരു ഫസ്റ്റ് സ്റ്റഡി ബ്ലോക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യും. അവിടെ നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യും? അതായത് സയൻസിലെ ഒരു ടോപ്പിക്, ഞാൻ ഇന്നൊരു ടോപ്പിക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തു. മൺഡേ സ്റ്റഡി ബ്ലോക്ക് 1 എന്ന് പറയുന്ന മോർണിംഗ് സ്റ്റഡി ബ്ലോക്ക്. ആ ഒരു സ്റ്റഡി ബ്ലോക്കിൽ ഞാൻ സയൻസിലെ ഫോട്ടോസിന്തസിസ് എന്ന ടോപ്പിക് പഠിക്കും, അത് റിവൈസ് ചെയ്ത് വെക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അത് കഴിഞ്ഞ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റഡി ബ്ലോക്ക്. അത് സെക്കൻഡ് സ്റ്റഡി ബ്ലോക്കിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹോബീസ് റിലേറ്റഡ് ആയിട്ടുള്ള കളിക്കാൻ പോകാനാണോ, ഡ്രോയിങ് ആണോ, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം, അത് ഇൻക്ലൂഡ് ചെയ്യുക. അതൊരു ബ്ലോക്ക്, അതായത് നിങ്ങളുടെ ഹോബീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക്. ഓക്കെ, പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റഡി ബ്ലോക്ക്, അതായത് ഈവനിങ് സെഷൻ, അങ്ങനത്തെ ഒരു ബ്ലോക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിം ഒക്കെ കളിച്ചു വന്നതുകൊണ്ട് നിങ്ങൾ നല്ല ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് ആ ഒരു സമയം. നിങ്ങൾ ഫുൾ ഇങ്ങനെ ജോളി ആയിട്ട് കഴിഞ്ഞ് വന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ നല്ല ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യാലോ. മാത്സ് ഇഷ്ടമില്ല അതൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യണം അല്ലെ. മാത്സ് വിടാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, നമ്മളിപ്പോ മാത്സ് കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പോലും
നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയണ്ടേ. പക്ഷെ അതിന്റെ ഹയർ വെർഷൻ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ നമ്മുടെ എക്സാം പാസ്സാവണം, അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ് മാത്സിൽ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുപോലെ എന്താക്കാം, നിങ്ങൾക്ക് ആ ഒരു ഈവനിങ് സെഷനിൽ മാത്സിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യും. അതാണ് എന്റെ അടുത്ത സ്റ്റഡി ബ്ലോക്ക്. അല്ലെങ്കിൽ മാത്സിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അതുപോലെ ഇന്ന് ക്ലാസ്സുകളിൽ എടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ റിവൈസ് ചെയ്യും. അങ്ങനത്തെ സ്റ്റഡി ബ്ലോക്സുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ എന്താ, ഓരോ മിനിറ്റ് പ്ലാൻ ചെയ്യാതെ ഓരോ ബ്ലോക്കുകളാക്കി തിരിക്കുക. ഇന്ന സമയം ഞാൻ ഇന്നത് ചെയ്യും, അതായത് മോർണിംഗ് സെഷനിൽ ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, ആഫ്റ്റർനൂൺ സെഷനിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഈവനിങ് സെഷനിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നോ ബ്രേക്സ്. പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഞാൻ ബ്രേക്ക് കൊടുക്കരുത് എന്നല്ല കേട്ടോ പറയുന്നത്. ബ്രേക്സ് ഇല്ലാണ്ടാണ് ചില ആൾക്കാർ ടൈം ടേബിൾ ഉണ്ടാക്കുക. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഫുൾ പഠിക്കണം എന്നുള്ളൊരിതല്ലാകുമ്പോൾ നമ്മൾ ഫുൾ ഇങ്ങനെ ഓക്കെ അങ്ങനെ ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് 5:30 to 6:30, 6:30 to 7:30 ഫുൾ പഠിക്കുന്നത് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെയ്യില്ല, അത് ഉറപ്പാണ്. സോ ബ്രേക്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റഡി ബ്ലോക്സും കഴിഞ്ഞിട്ട് ഒരു 5 to 10 minutes ബ്രേക്ക് എന്തായാലും നിങ്ങൾ എടുക്കണം. പിന്നെ നിങ്ങൾ ഒരുമിച്ച് കുറച്ചധികം നേരം പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നേരം നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അത് 30 minutes വരെ ബ്രേക്ക് എടുക്കുക. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരണം, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഗിവ് അപ്പ് ആഫ്റ്റർ മിസ്സിംഗ് എ സെഷൻ. വേറൊരു കാര്യമാണ്, ഒരു സെഷൻ, അതായത് നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾ 6 o'clock എണീക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റിയില്ല, 6 o'clock അന്ന് എണീക്കാൻ പറ്റിയില്ല. ഒരു ദിവസം 6 o'clock എണീക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ ഒരു 8 മണിക്കൊക്കെ എണീക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എന്റെ ഫസ്റ്റത്തെ സ്റ്റഡി ബ്ലോക്ക് പോയി. പിന്നെ നിങ്ങൾ അന്നത്തെ ദിവസത്തെ ഫുൾ സ്റ്റഡി ബ്ലോക്സും നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തു അതൊക്കെ കളയും. അങ്ങനെ, കാരണം എനിക്ക് പോലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ഞാൻ വിചാരിച്ചൊരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ അപ്പൊ പിന്നെ എനിക്ക് ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരിയായിട്ടുള്ള കാര്യമില്ല. ഫസ്റ്റത്തെ സ്റ്റഡി ബ്ലോക്ക് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ബാക്കി ചെയ്യും. ഓക്കെ ആണല്ലോ. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒന്ന് മിസ്സാകുമ്പോഴേക്കും ഗിവ് അപ്പ് ചെയ്ത് അയ്യോ ഒന്നത് പോയി, പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ പഠിക്കണം, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അത് പോയി കുഴപ്പമില്ല ഞാൻ ബാക്കി ചെയ്യാം, അങ്ങനെ വിചാരിച്ച് ബാക്കി ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ബെസ്റ്റ് ഫോർമുല എന്താണ്? എഫക്റ്റീവ് ടൈം ടേബിളിനുള്ള ബെസ്റ്റ് ഫോർമുല ആണ് ഫിക്സ്ഡ് ടൈം പ്ലസ് ഫ്ലെക്സിബിൾ സ്റ്റഡി ബ്ലോക്സ്. സ്റ്റഡി ബ്ലോക്സ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് കൊള്ളണമെന്നില്ല. നമ്മുടെ ലൈഫാണല്ലോ, പലതും വേണമെങ്കിൽ സംഭവിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്ത്, അത് 4 o'clock തൊട്ട് 6 o'clock വരെ പഠിക്കാൻ നിങ്ങൾ വിചാരിച്ചു, പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നു, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു, അത് പോയി കുഴപ്പമില്ല. പോയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാം. ഇത് 4 തൊട്ട് 6 വരെ പഠിക്കാൻ പറ്റില്ല, സോ ഇനി പഠിക്കണ്ട, അങ്ങനെ വിചാരിക്കാതെ കുറച്ചെങ്കിലും അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ എന്താണ്? മേക്ക് ഡെയിലി ആൻഡ് വീക്ക്ലി ഗോൾസ്. ഡെയിലിയും വീക്ക്ലി ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നിങ്ങൾ രാവിലെ എണീക്കും, അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു പേപ്പർ എടുത്തിട്ട് എന്തൊക്കെയാണ് എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, നാളെ എന്താണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, സയൻസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം, പിന്നെ എനിക്ക് വർക്ക് എക്സ്പീരിയൻസിന് ഈ ഒരു എക്സ്പെരിമെന്റ് കൊണ്ടുപോകാനുണ്ട്, അത് ഞാൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്കി വെക്കുക. അതാണ് നിങ്ങളുടെ ഗോൾ, ഡെയിലി ഗോളാണത്. അതുപോലെ തന്നെ എന്തും വേണം, വീക്ക്ലി ഗോളും വേണം. അതായത് നമ്മൾ ഈ ഒരു വീക്കിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള, അല്ലെങ്കിൽ മൺഡേ നിങ്ങൾ സയൻസിൽ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ വീക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക, സയൻസിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, മാത്സിലെ 2 ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അതുപോലെ ലാംഗ്വേജിൽ 2 essay എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. അങ്ങനെയുള്ള വീക്ക്ലി ഗോളും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സോ എന്നിട്ട് ആ ഒരു വീക്കിന് സൺഡേ ആകുമ്പോൾ എല്ലാം കൂടി ടിക്ക് ചെയ്യുക. യെസ് ഇത് ചെയ്യാൻ പറ്റില്ല, ഓക്കെ കുഴപ്പമില്ല, സോ അത് ഞാൻ നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെന്താണ്? യെസ്, ഇൻക്ലൂഡ് ഷോർട്ട് ബ്രേക്സ് ആഫ്റ്റർ എവറി സ്റ്റഡി ബ്ലോക്സ്. അതാണ് പൊമോഡോറോ ടെക്നിക്. എന്താണ് പൊമോഡോറോ ടെക്നിക്? നിങ്ങൾ കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. പൊമോഡോറോ ടെക്നിക്കിൽ പറയുന്നത് ഒരു 25 minutes നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 5 minutes ബ്രേക്ക് എടുക്കുക, 50 minutes പഠിക്കുകയാണെങ്കിൽ ഒരു 10 minutes ബ്രേക്ക് എടുക്കുക. ഓക്കെ, 25 minutes പഠിക്കുക, 5 minute ബ്രേക്ക്, 25 minutes പഠിക്കുക, 5 minute ബ്രേക്ക്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. അല്ലാണ്ട് കുറച്ചുകൂടി ലോങ്ങർ പീരീഡ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 50 minutes പഠിക്കുക, 10 minutes ബ്രേക്ക് എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു 10 minutes തന്നെ തിരിച്ചു വരാനും ശ്രമിക്കണം, ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഇങ്ങനെ പോയത്. സോ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് 25 minutes നിങ്ങൾ ഇരിക്കുക, ഒരു കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ഫോണൊക്കെ മാറ്റി വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. 25 minutes കഴിഞ്ഞു എണീക്കുക, 5 minutes നിങ്ങൾ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വരിക, എല്ലാവരും ഒന്ന് കാണുക, ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് 5 minutes കഴിഞ്ഞ് തിരിച്ചു വരിക, ബാക്കി പിന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, വീണ്ടും എണീക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 minutes ബ്രേക്കിൽ നിങ്ങൾ ഫോണും പിടിച്ചാൽ ഇരുന്നോട്ട് തന്നെ ഇരിക്കാതെ ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വരിക. അപ്പൊ നിങ്ങളുടെ ബോഡി എന്താണ് കുറച്ചും കൂടെ ഓക്കെ, ആ ഒരു പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് റിലാക്സ് ആയി വീണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.
ഓക്കെ ആണല്ലോ. പിന്നെന്താണ് നോ സ്ക്രീൻ ടൈം ബ്ലോക്ക്. നോ സ്ക്രീൻ ടൈം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ഒരു ഫ്രീ ടൈം, ഈ ഫ്രീ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാത്ത ഒരു സമയം എന്ന് പറയുന്നത് ഫോണിൽ കളയാതെ എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലും വെറുതെ സമയം കളയാതെ നിങ്ങളുടെ ഹോബീസിനുള്ള ടൈമാണ് ഈ നോ സ്ക്രീൻ ടൈം ബ്ലോക്ക്. ആ സമയത്ത് ഫോൺ മാറ്റി വെക്കുക. എന്തെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഹോബി, കളിക്കാൻ പോകുന്നതാണെങ്കിൽ അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർ, റീഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹോബിയാണ് നിങ്ങൾ ഈ ഒരു നോ സ്ക്രീൻ ടൈം ബ്ലോക്ക് എന്ന് സ്പെസിഫിക് ആയി കൊടുത്ത് അവിടെ നിങ്ങളുടെ ഹോബീസ് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ട്രൈ ടു ബി എൻ ഏർലി ബേർഡ്. ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ നേരത്തെ നീക്കുന്ന അല്ലെ, മോർണിംഗിൽ ഒരു ഞാൻ പറയുന്നില്ല ടൈം, ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമുള്ള സമയം, നിങ്ങളുടെ സ്കൂളിന്റെ ടൈമൊക്കെ അനുസരിച്ച് ഒരു 6 o'clock 5:30 എണീക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അങ്ങനെ എണീക്കാനാവുന്ന ആൾക്കാരാണ് ബെറ്റർ. രാത്രി പഠിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതലും ഈ ഏർലി ബേർഡ് ആവുന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സമയമുള്ളത് പോലെ തോന്നും ഒരു ദിവസത്തിൽ. എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു 5:30 എണീറ്റിട്ട് ഞാൻ എൻ്റെ പഠിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വർക്ക്സോ ഒക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അന്ന് എനിക്ക് കുറേ ദിവസമുള്ള പോലെ തോന്നും. കാരണം ഒരു രാവിലെ ഞാനൊരു 5:30 എണീറ്റ് കഴിഞ്ഞാൽ ഒരു രാവിലെ ആ ഒരു 10 o'clock ആകുമ്പോഴത്തേക്കും എനിക്ക് ഓൾമോസ്റ്റ് ഇനിയും 10 o'clock ആയിട്ടുള്ളൂ, ഇത്രയും സമയം ഇനി ബാക്കിയുണ്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സോ ഇഫ് യു ആർ ഏബിൾ ടു ഏർലി ബേർഡ് ആവാൻ ശ്രമിക്കുക. ഇറ്റ് വുഡ് ബി ബെറ്റർ. രാത്രി ആവുമ്പം ചില ആൾക്കാർ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, what suits you, but it is better to be an early bird. അടുത്ത എന്താണ്? ഈറ്റിംഗ് ദ ഫ്രോഗ് ടെക്നിക്. ഇതും നിങ്ങൾ കേട്ടിട്ടാവും, ഈറ്റിംഗ് ദ ഫ്രോഗ് ടെക്നിക്. അതെന്താണ് പറയുന്നത്? നമുക്ക് ഒരു ഹാർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റഡി ബ്ലോക്സിൽ മേ ബി ചില ആൾക്കാർക്ക് മാത്സ് ആയിരിക്കും, ചിലപ്പോൾ ആൾക്ക് സയൻസ് ആയിരിക്കും. സോ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹാർഡായി തോന്നുന്ന ആ ഒരു സാധനത്തിന് ആദ്യം അങ്ങ് ചെയ്യുക. അതാണ് ഈറ്റിംഗ് ദ ഫ്രോഗ് എന്ന് പറയുന്നത്. ഫ്രോഗിന് കഴിക്കുന്നത് പോലെ ആ ഒരു സാധനത്തിന് എന്തായാലും നമുക്ക് ചെയ്യണം. സോ അതിന് ആദ്യം അങ്ങ് ചെയ്യുക, എന്നിട്ട് ബാക്കി നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനും ഇഷ്ടം തോന്നും. ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കല്ലോ ഓക്കെ ഇന്ന് ഈ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ ദിവസം എനിക്ക് മാത്സ് പഠിക്കണ്ട. അപ്പൊ ആ ഫസ്റ്റത്തെ സ്റ്റഡി ബ്ലോക്ക് നിങ്ങൾ അതങ്ങ് ചെയ്യുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി ഇസ് ദ കീ. കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇന്നൊരു സ്റ്റഡി സെഷൻ മിസ്സായാലും കുഴപ്പമില്ല, നാളെ ഇത് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഒരു കല്യാണം എന്തെങ്കിലും ഫംഗ്ഷൻ വന്നോ, ഇന്ന് ചെയ്യാൻ പറ്റിയില്ലേ, കുഴപ്പമില്ല, അടുത്ത ഡേ അത് ആലോചിച്ച് സങ്കടപ്പെടാതെ അടുത്ത ഡേ നിങ്ങളുടെ റുട്ടീനിലേക്ക് അങ്ങ് പോവാ. ഓക്കെ ആണല്ലോ. റിവാർഡ് യുവർ സെൽസ് വെൻ യു അച്ചീവ് യുവർ ഗോൾ. നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഡെയിലി ഗോൾസ്, വീക്ക്ലി ഗോൾ ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. അതായത് മേ ബി നിങ്ങളുടെ പാരൻസിനോട് പറയാം, അതായത് ഞാൻ എൻ്റെ വീക്ക്ലി ഗോളും ഡെയിലി ഗോളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഒരു സിനിമ കാണാൻ പോകാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കഴിക്കാനോ, അപ്പൊ നിങ്ങൾ ആ ഒരു ഗോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടോ, ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ചോക്ലേറ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് സിനിമക്ക് കൊണ്ടുപോകല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുട്ബോൾ മാച്ചിന് എന്താ എനിക്ക് പോകാൻ പറ്റും, അതായത് ഇത് കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തോട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിനക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിനക്ക് ആ ഇഷ്ടമുള്ള സിനിമ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു നിങ്ങൾ തന്നെ റിവാർഡ് ചെയ്യുക. ഗോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിവാർഡ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, സെറ്റ് അച്ചീവബിൾ ടാസ്ക്. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ വെക്കുക. അതായത് ഒരു ദിവസം മാത്സിൽ ഒരു 10 ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരു എന്താ പറയാ ടാസ്ക് വെക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നത്, അതായത് മാത്സിൽ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഹാഫ്, ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത്, ഏതാണ് നിങ്ങളുടെ കാലിബർ അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ വെക്കുക. അത് അല്ലാണ്ട് കുറച്ചുകൂടി കുറച്ചും വെക്കാം. അതായത് നിങ്ങളുടെ കാലിബറിനാടി കുറച്ചുകൂടി കുറച്ച്, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 10 questions ചെയ്യാൻ പറ്റുമായിരിക്കും മാത്സിൽ, ബട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്ത് വെക്കുക, ഒരു 5 വെക്കുക. സോ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. 7 to 8 hours സ്ലീപ്പ് ഡെയിലി. 7 തൊട്ട് 8 മണിക്കൂർ വരെ എന്തായാലും നിങ്ങൾ ഉറങ്ങണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ബ്രേക്സ് നിങ്ങൾ എടുക്കണം, പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രേക്സ് എടുക്കണം അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങുന്നത് 7 to 8 hours സ്ലീപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ രാവിലെ തൊട്ട് ഫുള്ള് പഠിച്ചു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ടാസ്ക്സ് ഒക്കെ ഫുള്ളായി, നിങ്ങൾ രാത്രി ഒരു 10 o'clock ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി, ഇനി ഫോണിൽ കുറച്ച് നേരം സിനിമ കണ്ട് കിടക്കാന്ന് വെച്ചിട്ട് 2 മണി വരെ ഒന്നും പോകരുത്. ഓക്കെ, അപ്പം കാരണം എന്താ, നിങ്ങളുടെ 7 to 8 hours സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, സ്കൂളിൽ പോകും, നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. സോ അതിനനുസരിച്ചുള്ള റെസ്റ്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് എന്താണ്, റിപ്പീറ്റഡ് റിവിഷൻസും നിങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല എല്ലായ്പ്പോഴും ഓരോ വീക്കിലും നിങ്ങൾ എന്താക്കുക, ഒരു റിവിഷൻ സെഷൻ വെക്കുക. ഈ ഒരാഴ്ച പഠിച്ചത് മൊത്തം ഒരു 1 hour ഇരുന്ന് സയൻസിലും മാത്സിലും ജസ്റ്റ് എല്ലാം പിന്നും വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, യെസ് ഇതൊക്കെ എനിക്ക് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാ വീക്കും പഠിച്ചത് നിങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാംസിലൊക്കെ അത് ഗുണം ചെയ്യുള്ളൂ. അത് അറിയാലോ, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഈ ചെയ്യുന്ന പോലെ എക്സാംസിന്റെ തലേന്ന് മാത്രം പോയി പഠിക്കാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് പറ്റും,
പറ്റുമായിരിക്കും പെട്ടെന്ന് പോയി നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാൻ. പക്ഷെ ലോങ് ടേമിലേക്ക് നമുക്ക് ഈ പഠിക്കുന്ന ഈ 6th പഠിക്കുന്ന സയൻസ് മാത്സ് അല്ലെങ്കിൽ 7th പഠിക്കുന്ന സയൻസ് മാത്സ്, അല്ലെങ്കിൽ നിങ്ങൾ 10th പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും +1 +2 നിങ്ങൾ ഇനി എൻട്രൻസിലേക്ക് പോവാണോ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കാലഘട്ടത്തിലേക്കോ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ ബേസിക്സ് ആണ് ഇപ്പോഴൊക്കെ പഠിക്കുന്നത്. സോ അത് ഈ തലേന്ന് പോയി നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടായിരിക്കും. പക്ഷെ അത് ലോങ് ടേമിലേക്ക് നിങ്ങളുടെ മനസ്സിൽ വേണമെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് തൊട്ടേ പഠിച്ച് റിവൈസ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിൽ അത് ഇങ്ങനെ സ്റ്റോർ ആവണം. ഓക്കെ ആണല്ലോ. സോ ഇതായിരുന്നു എഫക്റ്റീവ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനുള്ള ഒരു വേ. സോ ഇത് വെച്ച് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കൂ. അതിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ അച്ചീവബിൾ ടാസ്ക് വെക്കുക. അതാണ് എഫക്റ്റീവ് ടൈം ടേബിളിൻ്റെ ഒരു അച്ചീവബിൾ ടാസ്ക്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കണം. അതായത് മോർണിംഗ് സെഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് കുറച്ച് ലേറ്റ് ആയിട്ട് ചെയ്തോ, അല്ലെങ്കിൽ ടൈം കുറച്ചാലും കുഴപ്പമില്ല. അതായത് 5:30 നിങ്ങൾ എണീക്കാന്ന് വിചാരിച്ചു, പറ്റിയില്ല, ഒരു 6 ആയി പോയി, എന്നാലും കുഴപ്പമില്ല, ബാക്കി സമയത്ത് ആ പഠിക്കാനുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഫ്ലെക്സിബിൾ ആക്കുക. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുന്നതും അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് ഒരു എഫക്റ്റീവ് ടൈം ടേബിളിലേക്കുള്ള വഴി. ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ ഡു ട്രൈ ദിസ് ഔട്ട്. ആൻഡ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും വരയ്ക്കാം. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.